ഞാൻ കാരണം നിങ്ങൾക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടി വരുന്നുണ്ടല്ലേ? കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ വീട്ടിലാണെങ്കിൽ നേരത്തെ എഴുന്നേക്കുമായിരുന്നു. കല്യാണത്തിന്റെ ജോലികൾ കുറച്ചൊന്നും അല്ലല്ലോ, അതെല്ലാം ചെയ്യേണ്ടതല്ലേ. നിങ്ങൾ പോയിട്ട് വാ. ഇടയ്ക്ക് എന്തെങ്കിലും ഓട്ടം കിട്ടിയാൽ ഞാനും പോയിട്ട് വരാം. നിങ്ങളുടെ വർക്കൗട്ട് കഴിയുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും. താങ്ക്സ് ധ്രുവ. ഓ ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ? ആ ശരി. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഇതെന്താടാ നിനക്ക് പറ്റിയേ? ഞാൻ കാണാൻ സത്യമാണോ? നീ രാവിലെ എണീറ്റോ? നാളെ എന്റെ കല്യാണോ ചേട്ടാ? അറിയാടാ, ഞാനല്ലേ ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നേ? എന്നെ കാണുമ്പോ എനിക്ക് ചിട്ടി റോബിനെ ഓർമ്മ വരുന്നത്. ഒരു ഇച്ചിരി പോലും ഫീലിങ്സേ ഇല്ല. ഫീലിങ്സ് ഒന്നും ഇല്ലാന്ന് തന്നെ വെച്ചോ. എനിക്ക് ആവശ്യമില്ല. എനിക്ക് വർക്കൗട്ടിന് പോണം. ഞാൻ പോയിട്ട് വരാം. അല്ല ചേട്ടാ, വീട്ടില് കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നു. മറ്റന്നാൾ എന്റെ കല്യാണം. ഇന്ന് തന്നെ ജിമ്മിൽ പോണോ ചേട്ടന്? വേണ്ട, ഇന്ന് പോണ്ട. എല്ലാവരും എണീറ്റ് കുളിയൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരില്ലടാ. നാളെ എന്തായാലും പോകാൻ സമയം ഉണ്ടാവില്ല. ഒരുക്കങ്ങളൊക്കെ ഇല്ലേ? ഇന്ന് പോയിട്ട് വരാം. സോറി ചേട്ടാ, ഇന്ന് പോകാൻ ഞാൻ വിടില്ല. ഇന്ന് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. നീ ഇതിനാണോ രാവിലെ എണീറ്റേ? എന്തിനാ എണീറ്റെന്ന് വെച്ചാ എന്റെ കല്യാണം എടുക്കാന്നുള്ള സന്തോഷത്തില് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിക്കി? ഇനി വെറും 2 ദിവസമേ ഉള്ളൂ കല്യാണത്തിന്. ഉറങ്ങാതെ വല്ല അസുഖവും പിടിപ്പിച്ച പിന്നെ എന്താ ചെയ്യാ? ഞാൻ നല്ല സ്ട്രോങ് ആന്നേ. വിഷം കഴിച്ചിട്ട് ചത്തില്ല, പിന്നെ ഉറങ്ങാണ്ട്. ഇനി ഞാൻ മരിച്ചാ? ഇനി ഇങ്ങനത്തെ ജോക്സ് ഒന്നും വേണ്ട. ഇനി അത് ആലോചിക്കാൻ കൂടെ എനിക്ക് വയ്യ. കണ്ടല്ലോ നിനക്ക് എന്നെ എത്ര ഇഷ്ടമുണ്ടെന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞു, കല്യാണത്തിന് 2 ദിവസം കൂടി ഉള്ളൂ. എന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. കല്യാണം കഴിഞ്ഞ ആരത്തി ഇങ്ങോട്ട് വരുമോ അതോ നീ അവളുടെ വീട്ടിൽ പോകുന്ന ഇപ്പൊ എന്റെ സംശയം. കല്യാണം കഴിക്കുക ഇത്ര ആർത്തിയുള്ളൊരു ചെക്കൻ. ശരിയാണല്ലോ, ഇനി 2 ദിവസം ഉള്ളൂ. അത് കഴിഞ്ഞ് ആരതി ഇവിടെ ഉണ്ടാവും. Can't even imagine. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും വർക്കൗട്ട് തീർത്തിട്ട് പോണം. സൂചിയെക്കാളും കറക്റ്റ് അവന്റെ സമയം. കൃത്യമായിട്ട് അവൻ ഇവിടെ എത്തും. കറക്റ്റ് സമയത്ത് ഹാജർ വയ്ക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ഒളിച്ചിരുന്ന് കള്ളിയെ പോലെ ഓടുന്ന സീനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ആർക്കും മനസ്സിലാവാത്തതുപോലെ പെട്ടെന്ന് പോയിട്ട് വരാം. ഹലോ ആരതി, നിനക്കെന്നെ കാണുന്നില്ലേ? കോൾ ചെയ്യേണ്ട കാര്യം എന്താ? വന്നേ. നമുക്ക് പോണോ? പിന്നെയും തുടങ്ങിയോ നീ? ഇപ്പൊ നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അയ്യോ വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് വന്നോളാം. വിക്കി വെറുതെ ആവശ്യമില്ലാതൊന്നും കാണിക്കല്ലേ. എല്ലാവരും നല്ല ഉറക്കത്തിലാ, വെറുതെ എണീപ്പിക്കരുത്. ശരി ശരി, വേഗം വാ.
എനിക്ക് അത് തോന്നല. എന്ത് തോന്നലാന്നോ? അങ്ങോട്ട് നോക്കൂ. ഇതെന്താ ആദ്യമായിട്ടാണോ പെണ്ണുങ്ങളെ കാണുന്നേ? വന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോവാൻ നോക്കാതെ വെറുതെ ശല്യം ചെയ്യാൻ നിൽക്കുവാണോ? നിങ്ങളുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഭംഗിയുള്ള പെണ്ണുങ്ങൾ മുഖം വീർപ്പിച്ചാലും നല്ല ചന്തവാ കാണാൻ. തിരിഞ്ഞെന്നും മുഖത്ത് നോക്കി പൊട്ടിക്കാനും അറിയാം എനിക്ക്. സൂക്ഷിച്ചോ മച്ചാ, ഇവളൊരു മുട്ടനാടാണല്ലോ. ഇങ്ങനെ ഒരെണ്ണത്തിനെ കണ്ടിട്ട് ഒരുപാടായി. ഇതെന്തായാലും നമുക്ക് ആഘോഷിക്കാം. സാർ, നിങ്ങൾ ഇവിടെ നിന്ന് മാറിയേക്ക്. വെറുതെ ശല്യം ചെയ്യാൻ നിൽക്കല്ലേ. നിനക്കെന്താണ് ഇതിൽ കാര്യം? ട്രെയിനറുടെ ശമ്പളവും വാങ്ങിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കാതെ പെൺകുട്ടികളുടെ മുമ്പില് ബിൽഡപ്പ് കാണിക്കണോ നീ? നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. വെറുതെ ശല്യം ചെയ്യാതിരിക്കും സാർ. ശല്യം ചെയ്യുന്നത് തെറ്റാണെന്ന് ചേട്ടന് അറിയാം. അതൊരു സുഖമല്ലേ? ട്രെയിനറ് പീക്കിരി പിള്ളേരുടെ അടുത്തോട്ടിയല്ലേ? അല്ലെങ്കിൽ നിന്റെ ജിമ്മിലെ ഉപകരണങ്ങളൊക്കെ ഞാനെടുത്ത് പുറത്ത് കളയും. എന്താ മനസ്സിലായോ? മച്ചാ, നോക്കടാ എങ്ങനെയുണ്ടെന്ന്. ഇന്ന് രാവിലെ ഞാൻ ആരെയാ കണി കണ്ടതെന്ന് ഓർക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അപശകുനം തന്നെയായിരിക്കും കണ്ടത്. വെറുതെ ബിൽഡപ്പ് തന്ന് എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കല്ലേ. മിണ്ടാതെ പോവാൻ നോക്ക്. ഏയ്, ആരോടാ സംസാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? എന്തേ, നിനക്കറിയില്ലേ? നോക്കടാ നോക്കടാ, കാണാൻ നല്ല സുന്ദരിയാണെങ്കിലും അവളുടെ ഡയലോഗ് കേട്ടില്ലേ? എന്ത് നോക്കാനാ? പിടിച്ചോണ്ട് വാ അവളെ. ഓവറാവുന്നുണ്ട് നീ. ഏകദേശം 1 മണിക്കൂർ വർക്കൗട്ട് ആയിരിക്കും. ഇപ്പൊ വരുമെന്നാ തോന്നുന്നത്. ചേട്ടാ, മെട്രോ സ്റ്റേഷനിലേക്ക് പോവോ? സോറി മാഡം, ഞാൻ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഓട്ടോക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ. ഒന്നെങ്കിൽ കൂട്ടി പറയും, അല്ലെങ്കിൽ വരില്ല എന്ന് പറയും. എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മീറ്ററിന് മുകളിലും ചാർജ് കൂടുതൽ തരാന്ന് ഞങ്ങൾ പറയണം. അതല്ലേ നിങ്ങളുടെ പ്ലാൻ? അയ്യോ, അങ്ങനെയൊന്നും അല്ല മാഡം. എന്താ അങ്ങനെയൊന്നും അല്ലെന്ന്? എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? നിങ്ങളും ആരോ ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാ ഓട്ടോക്കാരെയും ഇങ്ങനെ പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അർജന്റ് ആയോണ്ടാ ചേട്ടാ, വേഗം പോകണം. നിങ്ങൾ വരുന്നോ ഇല്ലയോ? ശരി, കേറിക്കോ. താങ്ക്സ് ചേട്ടാ. മീറ്ററിന്റെ മുകളിൽ 10 രൂപ കൂട്ടിത്തരാം. എന്നെ ഒന്ന് വേഗം എത്തിച്ചേരാവോ പ്ലീസ്? ഹെൽപ്പ് ചെയ്യേണ്ടത് നിങ്ങളാണ് മാഡം. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ മീറ്ററിൽ എത്രയാണോ ഉള്ളത് അത് തന്നാ മതി. നേർവഴിയിൽ സമ്പാദിച്ച കാശ് തന്നെ നിൽക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോ കുറുക്ക് വഴിയിലൂടെ സമ്പാദിച്ചത് നിൽക്കുവോ? പിന്നെന്തോ ഹെൽപ്പ് എന്ന് പറഞ്ഞു? അതെ, ആരോ ഒരാൾ നിങ്ങളെ ചതിച്ചു എന്ന് കരുതി എന്നെ പോലെ സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ ചേർത്ത് പറയരുത്. എല്ലാവരെയും ഒരേ ത്രാസിൽ തൂക്കി കൊച്ചിയിലുള്ള എല്ലാ ഓട്ടോക്കാരും ഒരുപോലെയാണെന്ന് പറയരുത്. മര്യാദ തരാതെ പോയാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് തെറ്റായി പറഞ്ഞ് മര്യാദ കളയരുത്, അത്ര തന്നെ. സോറി ചേട്ടാ, വിഷമിക്കണ്ട. വിഷമിച്ച് പറഞ്ഞതല്ല മാഡം. നിങ്ങളുടെ മനസ്സിൽ ഓട്ടോക്കാരെ പറ്റി ആവശ്യമില്ലാത്ത ചിന്ത ഉണ്ടാകാൻ പാടില്ല. എന്നാ ഓട്ടം പോയാലോ? ശരി. ഇതെന്താ സിനിമയാണോ? പ്രൗഢികൾ ഹീറോയിന്റെ പുറകെ വരുമ്പോ രക്ഷിക്കാൻ വരുന്ന ഹീറോയാണോ നീ? വിട്ടുപിടി മോനെ. നീ എനിക്ക് 2 കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തന്നതിന് താങ്ക്സ്. നമ്പർ 1, റൗഡിയിൽ നിന്ന് ഹീറോയിനെ രക്ഷിക്കാൻ ഹീറോ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാനൊരു ബിസിനസ്മാനാണ്. പക്ഷെ റൗഡികളിൽ നിന്നൊരു പെൺകുട്ടിയെ ആര് രക്ഷിച്ചാലും ജനങ്ങൾ പിന്നെ അയാളെ ഹീറോ എന്ന് തന്നെ വിളിക്കും. എന്താ നീ വലിയ ഡയലോഗ് അടിക്കാൻ നോക്കാണോ? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ. 2ാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി എന്നോട് സംസാരിക്കാൻ നിന്നാൽ ഞാൻ ചിലപ്പോൾ ഹീറോ ആയെന്ന് വരും. പക്ഷെ എന്നോട് സംസാരിക്കാൻ പിന്നെ നീ ഇവിടെ കാണില്ല. മനസ്സിലായോ നിനക്ക്? സിമ്പിൾ. ഞാനൊരു അടി അടിച്ചു കഴിഞ്ഞാൽ നീ അപ്പൊ ഇവിടെ വീഴും.
അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഒന്ന് തല്ലി നോക്കടാ. യു നോ വാട്ട്, എനിക്കിപ്പോ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ തീരെ സമയമില്ല. സോ ഇവളുടെ പാട്ടിന് അങ്ങ് വിട്ടേക്ക്. ഫൈറ്റ് ചെയ്യാൻ ടൈമില്ലാന്ന് ഞാൻ പറഞ്ഞതാ. ഇഡിയറ്റ്. वाओ बॉस, क्या बात है. ഞാൻ കോളേജിലായിരുന്നപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയായിരുന്നു, ബൈക്കിൽ ഗേൾഫ്രണ്ടിനെ കൂട്ടി പോകുന്ന ഒരു പ്രത്യേക രസമാണ്. ആ നാറുകളൊന്ന് കാണട്ടെ, എല്ലാരും കാണട്ടെ. സ്പീഡായിട്ട് പോകുമ്പോൾ നമ്മുടെ പെണ്ണ് നമ്മളെ മുറുക്കി പിടിക്കുന്നതിന്റെ ത്രില്ല് വേറെയാണ്. ഞാനും അങ്ങനെയാണോന്നൊക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നു. എന്റെ പെണ്ണെന്ന് ബോർഡ് വെച്ചതിന് ശേഷം അവൾ എത്രത്തോളം ഡിസിപ്ലിനോടെ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായി. ഭാരതി എന്നൊന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നേ, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. കൊച്ചിയില് വേറെ ആൾക്കാരെ ഇനി നോക്കി ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇനി മറന്നേക്ക്. ആഹാ, ഈ ദാഹിച്ചിരിക്കുന്ന സമയത്ത് വെള്ളം വെള്ളം എന്ന് നമ്മൾ പറയൂലേ, ആ സമയത്ത് നമ്മുടെ മേത്ത് നനഞ്ഞ തുണി കൊണ്ട് എന്റെ മേത്ത് തൊട്ടതുപോലെ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ. എന്തു പറ്റി? കെട്ടിപ്പിടിച്ചിരിക്കണെന്നാണോ പറയണേ? ഞാനിപ്പോ നിന്നൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ട് വരുന്ന പോലെ ഒരു ഫീൽ എനിക്കുള്ളത്. ഐ എം സോ എക്സൈറ്റഡ്. വാ തുറന്ന് എന്തെങ്കിലും മുഴിഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയുടെ വൊക്കാബുലറി തീർന്നു പോകുന്നതാണോ? ജോലി അടിക്കാൻ വേണ്ടി വന്നതാ. ഹാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും സംസാരിക്കേ. അവിടെ ഉണ്ടോ അതോ താഴെ വീണോ? എന്തു പറ്റി? തണുക്കുന്നുണ്ടോ? ഈ വെയിലത്തോ? ഈ കാലാവസ്ഥയിലും നിനക്ക് തണുക്കാണോ? ഈ ക്ലൈമറ്റ് നിന്നെ പോലെ തന്നെ കണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിക്കി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതാ ഈ തൽക്കാലം കേട്ടോ. അപ്പൊ വിക്കിക്ക് തണുക്കില്ലേ? ഞങ്ങൾ ആമ്പിള്ളേർക്ക് ഈ സിംഗിൾ എന്നുള്ള സ്റ്റാറ്റസ് മാറ്റുമ്പോ തന്നെ തണുപ്പ് സമയത്ത് ഇട്ടിരിക്കുന്ന ജാക്കറ്റ് മാറ്റി കയ്യിലുള്ള ചിപ്സും കൂടെ ത്യാഗം ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ഇനി നിങ്ങൾ പെൺകുട്ടികൾ എന്തെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേണ്ട, ആവശ്യമില്ല പറയും. എന്നിട്ട് അവസാനം ഞങ്ങളെക്കാളൊക്കെ ആവശ്യമുള്ളതുപോലെ നിങ്ങളത് പെരുമാറാൻ തുടങ്ങും. ലവിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിലും കുറെ ലവ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എവിടേക്കാ പോണേ വിക്കി? എങ്ങോട്ടാണ് പോകുന്നതെന്നല്ല, എവിടേക്കാ പോകുന്നതെന്ന് നോക്കി. അങ്ങോട്ട് നോക്ക്. അമ്പലത്തിലേക്കോ? ആഹാ, ഇത്രയ്ക്കൊന്നും എക്സൈറ്റഡ് ആവണ്ട. ഇനി മുന്നോട്ട് നടക്കും തോറും സർപ്രൈസ് ആവാനുള്ളതാ. അതുകൊണ്ട് കുറച്ച് ബാക്കി വെച്ചേക്ക്. എപ്പോഴും പുറകെ നടന്ന് അറ്റാക്ക് ചെയ്താൽ മതിയോ? വില്ല ശരിയായ മാത്രമേ ഹീറോയ്ക്ക് മര്യാദ ഉണ്ടാവും. ധൈര്യം ഉണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് വരണം. എന്റെ പെണ്ണെ റൗഡി ബേബിയാ. എന്താ തമാശയാണോ? ബോൾ. എന്ത് ചെയ്തിട്ടും നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ടല്ലോ ബോസ്. വാട്ട് ടു ഡു? അവരുടെ വിധി അങ്ങനെയാണ്. പക്ഷെ ഇന്ന് തീരെ സമയമില്ല മൂല്യ. ഇന്ന് നമ്മുടെ മാരേജ് ഫംഗ്ഷനുള്ള കാര്യം പാവ ഇവർക്ക് അറിയില്ലല്ലോ. ഐ മീൻ നമ്മുടെ വീട്ടിൽ നിന്ന് കല്യാണ ഫംഗ്ഷൻ ഉണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്.
ഹീറോ ഹീറോയിനോട് സംസാരിക്കുമ്പോ അതിനിടയ്ക്ക് വരാനുള്ള കോമൺ സെൻസ് പോലും ഇല്ല അവന്. Bloody losers. ബോസ് ഇന്ന് ഈ ലെവലിൽ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ബോസ് നിങ്ങൾ സൂപ്പറാ. അയ്യോ ഓക്കെ. ഐ ആം ഡാം ഓക്കെ. ഏയ് ബോസ് 25 50 കിലോ. അതെ വായ അടക്കി. നിനക്ക് കുറച്ച് ഓവറാന്ന് തോന്നില്ലേ? നടക്ക്. എടീ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? മൊര കഴുത. നടക്ക്. അമൂല്യ ഒന്നും പറ്റിയില്ലല്ലോ. അമൂല്യ, ഇവക്ക് വേറെ എല്ലാവരെയും രക്ഷിക്കാൻ അറിയാം, എന്നാ സ്വയം രക്ഷിക്കാൻ ഇവക്ക് അറിയില്ല. ഒരു കാറ്റടിച്ച തന്നെ ഇവളുടെ ബോധം പോകും. ഇത് എടുത്തോളൂ. ഇപ്പൊ എന്തിനാ? നിനക്ക് തണുക്കില്ലേ? തണിക്കില്ല, ഇപ്പൊ വെയില് വന്നല്ലോ, എടുത്തോളൂ. ചേട്ടാ, ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. കല്യാണം എല്ലാം ഫിക്സ് ആയി കഴിഞ്ഞു. ഇവൾക്ക് ദൈവം എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവൾക്ക് കുറച്ച് കൂടുതൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി കുറച്ച് കൂടുതൽ പൂവാണ്. പൂക്കൾ ഏത് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. കൂടുതൽ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭക്തി ഉണ്ടായിരിക്കണം. ചേട്ടാ, ഞാൻ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഒന്നും മിണ്ടായിരിക്കും. കല്യാണത്തിന് മുമ്പ് ഇംപ്രസ് ചെയ്യാൻ നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കല്യാണം തീരുമാനിച്ചതിന് ശേഷം ഇംപ്രസ് ചെയ്യാൻ നടക്കുന്ന ആളെ ഞാൻ ആദ്യം കാണുക. ഞാനേതാണ്ട് അങ്ങനെയൊക്കെയാ, കുറച്ച് സ്പെഷ്യലാ. മരിക്കുന്നതിന് മുന്നത്തെ ദിവസം പോലും ഞാൻ അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചോണ്ടേയിരിക്കും. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും അവൾക്ക് ഒട്ടും ബോറടിക്കാൻ പാടില്ല. അതെന്റെ ആഗ്രഹം. അത്രയ്ക്ക് സ്നേഹം ആ കൊച്ചിനോടുണ്ടെങ്കിലേ നീ അവളെ എടുത്തുകൊണ്ട് ആ നട കയറാൻ നോക്ക്. ഇതൊരു പഴയ റൂട്ടാണ്. സ്നേഹത്തിന്റെ ആഴം എത്രയ്ക്കുണ്ടെന്ന് അപ്പൊ മനസ്സിലാവും. ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് എന്റെ സ്വപ്നത്തിൽ കണ്ട പെണ്ണ് മുന്നിൽ വന്ന് നിൽക്കുകയായിരുന്നു. പ്രേമിച്ചവളെ കല്യാണം കഴിക്കാണ്. ലൈഫ് ചലഞ്ച് ഒന്നും അത്ര സീരിയസ് ആവില്ല. പക്ഷെ ലവിലാണ് ചലഞ്ച് വരുന്നെങ്കിൽ വിട്ടുകൊടുക്കില്ല. അങ്ങനെ എന്തോ നിയമമുണ്ടെന്നാ പറഞ്ഞ. റൂൾസോ? എന്ത് റൂൾസ്? അങ്ങോട്ട് നോക്ക്. വിക്കി, എന്താ ഈ ചെയ്യുന്നേ? ഇപ്പോഴൊന്നും ഇതൊന്നും ആരും ഫോളോ ചെയ്യില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിനക്ക് ഇതിനെ കുറിച്ച് നേരത്തെ അറിയാറുന്നല്ലേ? അറിയായിരുന്നു, പക്ഷേ വിക്കി എന്നെ എടുത്തിട്ട് കഷ്ടപ്പെടുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. എത്ര നന്നായിട്ട് കള്ളം പറയുന്നേ. നിന്നെ അടുത്ത് ഈ പടികളല്ല മൗണ്ട് എവറസ്റ്റ് കയറി ഞാൻ. സന്തോഷിക്കേണ്ട കാര്യം വേണ്ടാന്ന് വെക്കാൻ പറ്റും. മൺചിരാതിന്റെ ചുണ്ടിലെ